ഹായ് നമസ്കാരം. നമ്മൾ സാധാരണയായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ അതൊക്കെ നമ്മുടെ ബുദ്ധിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയും കേട്ടോ. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു വളരെ സാധാരണമായ ശീലത്തിന് പിന്നിലെ അത്ഭുതപ്പെടുത്തുന്ന ചില മനഃശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങളൊരു കോഫി ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിപ്പോകുന്നു. ഒരുപാട് സീറ്റുകളുണ്ട്. എവിടെയിരിക്കും? നിങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായി എങ്ങോട്ടാ പോകുന്നത്? ആ ആദ്യത്തെ തോന്നല്, അതിനെക്കുറിച്ച് ഓർത്തു നോക്കൂ. ഒരു മൂലയിലുള്ള സീറ്റ് തിരഞ്ഞെടുക്കുന്നവരെക്കുറിച്ച് മിക്കവാറും ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്നോ, ഓ, ഇയാൾക്ക് ഭയങ്കര നാണമാണ്, അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്, അങ്ങനെയൊക്കെ. പക്ഷേ സത്യം അതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ അത് നല്ല അവബോധത്തിൻ്റെയും കാര്യക്ഷമതയുടെയും, എന്തിന് നല്ല കിടിലൻ ബുദ്ധിയുടെ തന്നെ ഒരു ലക്ഷണമാണ്. അപ്പോ എന്താണ് ഈ മൂലയിലെ സീറ്റിന്റെ രഹസ്യം? ഇത് വെറും പേടിയല്ല, മറിച്ച് നല്ല ബുദ്ധിയുടെ ലക്ഷണമാണെന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. നമുക്കതൊന്ന് നോക്കിയാലോ? അതിലെ ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ തലച്ചോറിനു ചുറ്റുമുള്ള കാര്യങ്ങളെ കാണാനും മനസ്സിലാക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവുണ്ടെന്നതാണ്. നമുക്കിതിനെ തലച്ചോറിന്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട്, സിറ്റുവേഷണൽ അവെയർനെസ്. സംഭവം സിമ്പിളാണ്. നമ്മളൊരു സ്ഥലത്തിരിക്കുമ്പോൾ ചുറ്റും എന്തൊക്കെ നടക്കുന്നു, ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള തലച്ചോറിന്റെ ഒരു കഴിവ്. ഇപ്പോൾ നോക്കൂ, സാധാരണയൊരാൾ ഒരു റൂമിൽ കയറിയാൽ അവിടെയുള്ള കസേരയും മേശയുമൊക്കെയാവും ശ്രദ്ധിക്കുക. പക്ഷേ ഈ സിറ്റുവേഷണൽ അവെയർനെസ് ഉള്ള ഒരു ബ്രെയിൻ എന്താ ചെയ്യുന്നതെന്നറിയുമോ? അത് തനിയെ സ്കാൻ ചെയ്യും. എവിടെയാണ് പുറത്തേക്കുള്ള വാതിൽ, അവിടെയുള്ളവരുടെ ബോഡി ലാംഗ്വേജ് എന്താണ്, ഓരോ ഗ്രൂപ്പുകളും എന്താണ് സംസാരിക്കുന്നത്, ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് തലച്ചോറ് കണക്കുകൂട്ടും. അപ്പോൾ ശരിക്കും ഈ ഒരു വിശകലനത്തിന് ഏറ്റവും പെർഫെക്റ്റായൊരു വ്യൂ കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും? തീർച്ചയായും ആ മൂലയിലെ സീറ്റിൽ നിന്ന് തന്നെ. അവിടെ ഇരുന്നാൽ ആ റൂം മുഴുവനായിട്ട് കാണാം, അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ കാരണത്തിലേക്ക് വരാം. ഇത് നമ്മുടെ മാനസിക ഊർജം സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്, അതായത് തലച്ചോറിന്റെ എഫിഷ്യൻസിയെക്കുറിച്ച്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നമ്മുടെ തലച്ചോറ് ഒരു സ്പോഞ്ച് പോലെയാണ്. ചുറ്റുമുള്ള ഓരോ ചെറിയ ശബ്ദവും ചലനവും എല്ലാം അത് വലിച്ചെടുക്കും. പ്രത്യേകിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ആളുകളിൽ ഇത് വളരെ കൂടുതലായിരിക്കും. നിങ്ങളൊരു റൂമിന്റെ നടുക്കാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? മുന്നിലും പിന്നിലും രണ്ട് സൈഡിലും ആളുകളുണ്ട്. അവരുടെയൊക്കെ ചലനങ്ങൾ തലച്ചോറ് ഒരേ സമയം പ്രോസസ്സ് ചെയ്യണം. ഭയങ്കര ഒരു ലോഡാണത്. പക്ഷേ നിങ്ങളൊരു കോർണറിലാണ് ഇരിക്കുന്നതെങ്കിലോ, പുറകിൽ ഭിത്തിയാണ്, ടെൻഷനില്ല. അപ്പോൾ ഏകദേശം പകുതി ജോലി തലച്ചോറിന് കുറഞ്ഞു കിട്ടി, അല്ലേ? അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത്? ഇത് ആൾക്കാരെ പേടിച്ചൊളിച്ചിരിക്കുന്നതല്ല, മറിച്ച് അനാവശ്യമായ സ്ട്രെസ് കുറച്ച് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ കൂടെയിരിക്കുന്ന ആളിലോ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തലച്ചോറ് ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ ട്രിക്കാണ്. ഇനി മൂന്നാമത്തെ, ഒരുപക്ഷെ ഏറ്റവും ആഴത്തിലുള്ളൊരു കാരണം, ഇത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സംരക്ഷണ മനോഭാവമാണ്. നമ്മുടെ പഴയ അനുഭവങ്ങളുമായി ഇതിന് നല്ല ബന്ധമുണ്ട്. ഇതിനെ സൈക്കോളജിയിൽ ഹൈപ്പർ വിജിലൻസ് എന്ന് പറയും. അതായത് എപ്പോഴും ഒരു ജാഗ്രതയോടെ ഇരിക്കുക. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട ആളുകളിൽ ഇത് സ്വാഭാവികമായും കൂടുതലായിരിക്കും. ചുറ്റുമുള്ള അപകടങ്ങളെക്കുറിച്ച് കൂടുതൽ സെൻസിറ്റീവ് ആവാനുള്ള ഒരു കഴിവുകൂടിയാണിത്. ഇവിടെ പറയുന്നൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു അടിസ്ഥാനരഹിതമായ ഭയമല്ല. സുരക്ഷ ഉറപ്പാക്കാൻ നിങ്ങളുടെ നാഡീവ്യൂഹം പഠിച്ചെടുത്ത ഒരു തന്ത്രമാണിത്. കണ്ടോ, ഇതൊരു തന്ത്രമാണ്, ഒരു കഴിവാണ്. അതായത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരു തലച്ചോറിന് സ്വന്തം സുരക്ഷയുടെ വില നന്നായിട്ടറിയാം. അതുകൊണ്ടുതന്നെ എപ്പോഴും സുരക്ഷിതമായിരിക്കാൻ പറ്റിയൊരു സ്ഥാനം അത് തിരഞ്ഞെടുക്കും. ഇതൊരിക്കലും ഒരു ബലഹീനതയല്ല, മറിച്ച് അതൊരു കരുത്താണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ 3 കാരണങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. മൂലയിലെ സീറ്റ് തിരഞ്ഞെടുക്കുന്നത് പേടികൊണ്ടല്ല, മറിച്ച് ബുദ്ധി കൊണ്ടാണ്. ഒന്ന് ഓർത്തു നോക്കിയേ, ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ഉയർന്ന അവബോധം, മാനസികമായ ഊർജം വെറുതെ കളയാതിരിക്കാനുള്ളൊരു ശ്രമം, പിന്നെ സ്വയം സംരക്ഷിക്കാനുള്ളൊരു വാസന, ഈ 3 കാര്യങ്ങളാണ് ഇതിന് പിന്നിൽ. അതുകൊണ്ട് ഒന്നോർക്കുക, ഇതൊരിക്കലും നിങ്ങളുടെ ഒരു കുറവല്ല. നേരെ മറിച്ച് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബ്രെയിനിന്റെ ഒരു പ്രത്യേകത മാത്രമാണ്. ഇനി അടുത്ത തവണ നിങ്ങൾ എന്തിനാണ് എപ്പോഴും ആ മൂലയിൽ പോയിരിക്കുന്നത് എന്നാരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായി പറയാം, കാരണം എന്റെ ബ്രെയിൻ ചുറ്റുമുള്ള കാര്യങ്ങളെ മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി വേഗത്തിലും ആഴത്തിലും മനസ്സിലാക്കുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങളും ഒരു കോർണർ സീറ്റ് ആളാണോ? നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ എപ്പോഴും മൂലയിലുള്ള സീറ്റാണോ നോക്കാറ്? നിങ്ങളുടെ അനുഭവങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യണം കേട്ടോ.